ഹലോ, ഇന്ന് അനിയത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതുകൊണ്ടൊരു കേക്ക് വാങ്ങാൻ വേണ്ടി ബാലുശ്ശേരി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് രജിയേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ രജിയേട്ടൻ്റെ തറവാട്. ഈ ഒരു വീട്ടിലാണ് രജിയേട്ടൻ വളർന്നതൊക്കെ. ബാക്കിലുള്ള വീട് രജിയേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോളെ വീടാണ്. അത് കഴിഞ്ഞ് ഹെൽമെറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് ബാലുശ്ശേരി ലൂമയിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഞാനൊരു മിനി കേക്കാണ് വാങ്ങിയത്. ഞങ്ങൾ ഒരുപാട് പേരില്ലാത്തത് കൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഒരു ബ്രൗണിയും വാങ്ങി, ബ്ലാക്ക് ബ്രൗണിയും വാങ്ങി. ചോക്ലേറ്റ് ബ്രൗണിയും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതേ. കേക്ക് തൊടാൻ കൊടുക്കാത്തതിനുള്ള ദേഷ്യപ്രകടനമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കുറേ നേരം വന്ന് നോക്കും, പിന്നെയും പോയി കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബ്രൗണീസൊക്കെ ഞങ്ങൾ മുറിച്ച് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ് നടത്തിയിട്ടോ. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ്. എന്നാലും ഒറ്റ തവണ പോലും ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ കേക്ക് കട്ട് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ആൾ പുറത്തായതുകൊണ്ട് എന്തായാലും അടുത്ത വർഷം അവർ ഒരുമിച്ച് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ കേക്കിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. പിന്നെ അമ്മുവാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. കേക്കൊക്കെ മുറിച്ച് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് കയറി. ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഫ്രൈഡ് റൈസും അതേപോലെ നൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഞാൻ ഓൾറെഡി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ചോറെടുത്ത് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. മോനുള്ള പാലും കാച്ചുന്നുണ്ട് കേട്ടോ. കുഴച്ച് വെച്ചിട്ടുള്ള പത്തിരി മാവ് ഞാൻ എല്ലാം ചുട്ടെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് ആനിവേഴ്സറി വ്ളോഗ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.